ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് അവരോടുള്ളതുപോലെ തന്നെ ഇഷ്ടമുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് അവരോട് ഉള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് തന്നെയാണോ അവർക്ക് നിങ്ങളോട് തിരിച്ചും ഉള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മളുടെ ആ ഒരു പൗർണമി റിച്വലിനുള്ള വീഡിയോ കൂടിയാണിത്. അപ്പോൾ നാളെയാണ് പൗർണമി. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ ഇടുന്നത്, നിങ്ങൾക്ക് അത്രയും പേര് ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ആ ഒരു നെയിമും അതുപോലെ തന്നെ പാർട്ട്ണറുടെ നെയിമും ഒക്കെ ഇടാനുള്ള ഒരു അവസരം കിട്ടട്ടെ എന്ന് ഓർത്തിട്ടാണ്. കഴിഞ്ഞ തവണ നമുക്ക് ആ ഒരു ദിവസം ഇടാൻ സാധിച്ചിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് തലേ ദിവസം തന്നെ പറയുന്നത്. അപ്പോൾ നമ്മുടെ റെഗുലർ വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ പൗർണമി റിച്വൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പുതിയതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ, നാളെ പൗർണമിയാണ്, ബുദ്ധപൂർണ്ണിമയുള്ളൊരു ദിവസമാണ്, ഫുൾ മൂൺ ഡേ ആണ്. അപ്പോൾ ആ ഒരു ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പോസിറ്റിവിറ്റി ഉള്ളൊരു ദിനം തന്നെയാണ്. അപ്പോൾ ആ ഒരു ദിവസത്തിൽ നമ്മളുടെ ആ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു വൈബെല്ലാം ഒരുപാട് ആ ഒരു യൂണിവേഴ്സ് സ്വീകരിക്കുന്ന ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ളൊരു അകൽച്ചയിലോ അല്ലെങ്കിൽ അത്രത്തോളം പൊരുത്തപ്പെട്ടൊക്കെ അല്ല പോകുന്നതെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെയും നെയിം അതുപോലെ തന്നെ നക്ഷത്രം അറിയാത്തവരാണെങ്കിൽ രണ്ട് പേരുടെയും ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയിടുക. അപ്പോൾ നമ്മളുടെ ആ ഒരു പൗർണമി റിച്വൽ എന്ന് പറയുമ്പോൾ രാത്രി ഒരു 12 മണി വരെ, ആ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ക്ലോസ് ചെയ്യും. പിന്നെ അതിന് ശേഷമുള്ളവരുടെ എടുക്കില്ല. അപ്പോൾ അതുവരെയുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ട് പേരുടെയും നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ നക്ഷത്രമോ എഴുതിയിടാവുന്നതാണ്. അപ്പോൾ എല്ലാ പൗർണമിയുടെയും പറയുന്നത് പോലെ തന്നെ പറയാണ്, നാളത്തെ ഒരു ദിനം വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം. ഇതെല്ലാം ഒരു ദിവസത്തേക്കല്ല, നമുക്ക് കഴിയുമ്പോഴൊക്കെ ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. എങ്കിലും ഇതിനൊന്നും പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ നാളത്തെ ആ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടി കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ അതിരാവിലെ കുളിക്കുന്നത് വളരെ നല്ലതാണ്. വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നത് ഇതൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ദിവസം തന്നെയാണ് ഈ പൗർണമി ദിനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനൊക്കെ ഒരു നല്ല ഫലങ്ങൾ കാണുന്ന അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യാൻ അറിയുന്നവർ ആ ഒരു രീതിയിൽ ചെയ്യുക, അല്ലാത്തവർ പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ പൊതുവേ നമ്മൾ ആരെയും മനസ്സ് വേദനിപ്പിക്കാതെ നല്ല രീതിയിൽ നാളെ പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എങ്കിൽ മാത്രമേ നമ്മളിവിടെ ആ ഒരു പൗർണമി റിച്വലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കും അതിൻ്റെ ഒരു ഫലം കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് വരാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അതുപോലെ തന്നെ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയം നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരെ വിചാരിച്ച് അവരുടെ ഒരു പോസിറ്റീവ് വൈബോട് കൂടി അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് ഇമേജോട് കൂടി ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്ന നിങ്ങളുടെ പേഴ്സണിൻ്റെയും എനർജീസ് എന്ന് പറയുമ്പോൾ എക്സ്ട്രീം ഓപ്പോസിറ്റാണ്. അതായത് നിങ്ങൾ രണ്ടു പേർക്കും പല കാര്യങ്ങളിലും പല അഭിപ്രായങ്ങളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ആ ഒരു ഓപ്പോസിറ്റ് പോൾസ് എന്ന് പറയുന്ന പോലെയുള്ള വ്യക്തികളായിരിക്കും. തികച്ചും വ്യത്യസ്തമായിരിക്കും രണ്ടു പേരുടെയും ക്യാരക്ടർ. അതായത് ഒരാൾ വളരെയധികം ബോൾഡാണ് അല്ലെങ്കിൽ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ മറ്റേയാൾ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് സെൻസിറ്റീവ് ആവുന്ന ആളായിരിക്കാം. മറിച്ച് മറ്റേയാൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ബോൾഡായിട്ട് കാര്യങ്ങൾ നേരിടുന്നൊരു വ്യക്തിയായിരിക്കും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഈ ഒരു അന്തരം നിങ്ങൾ തമ്മിലുണ്ടാവാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു സൊസൈറ്റി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ പല ഡിഫറൻസ് ഉള്ള വ്യക്തികളായിരിക്കാം. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു റിലീജിയൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ ബ്യൂട്ടിയോ അങ്ങനെ നോക്കുമ്പോഴും പലതരത്തിലുള്ള ഡിഫറൻസ് നിങ്ങൾ തമ്മിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിലും അതുപോലെ തന്നെ ഒരു അന്തരമുണ്ട് എന്നാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഒരു സമീപനം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ക്യാരക്ടർ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ വ്യക്തികളോട് നിങ്ങൾ വളരെയധികം സ്നേഹത്തോടു കൂടി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫുൾ എനർജിയും ഇവർക്ക് കൊടുത്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം അത്രത്തോളം ഒരു ഡെഡിക്കേഷൻ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനോടുണ്ടായിരുന്നു, ഈ ഒരു വ്യക്തിയോടുണ്ടായിരുന്നു.
അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും അവരുടെ എല്ലാ കാര്യങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനെല്ലാം നിങ്ങൾ അവർക്ക് അഡ്വൈസ് കൊടുക്കാനും അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ നിങ്ങൾ ശ്രമിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കും. ഒരുപക്ഷെ നമ്മൾ ആ ഒരു അമ്മയും കുഞ്ഞും എന്നൊക്കെ പറയുന്ന പോലെ ഒരു കുഞ്ഞിനെ എത്രയോളം ഒരു കരുതലോട് കൂടിയാണ് അമ്മ കൊണ്ടു നടക്കുന്നത്, ആ ഒരു രീതിയിലായിരിക്കാം നിങ്ങൾ ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടു നടന്നിരുന്നത്. അതായത് ഇപ്പോൾ കുറച്ച് നേരം കാണാണ്ടായി ഇരുന്ന് കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കുക, അല്ലെങ്കിൽ ഇവർക്ക് എന്ത് പറ്റി എന്ന് ഓർത്തിട്ട് വിഷമിക്കുക, ചിലപ്പോൾ ഫുഡ് കഴിച്ചില്ലേ എന്ന് ഓർത്തിട്ട് നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടാവും. അത്രത്തോളം അതായത് ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻറ്റൻസ് കെയർ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും നിങ്ങളുടെ ഭാഗത്ത് നിന്ന്. ഒരുപക്ഷെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അത്രത്തോളം ആ ഒരു പീക്കിൽ നിൽക്കുന്ന ഒരു ടൈമിൽ പോലും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ അംഗീകരിച്ചിട്ടുണ്ടാവണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം ഡെഡിക്കേറ്റ് ആയിട്ട് ഇരിക്കുന്നതൊക്കെ ചിലപ്പോൾ ഇവർക്കൊരു ശല്യമായിട്ടായിരിക്കും തോന്നിയിരിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ഓവർ കൺസേൺ ചിലപ്പോൾ ഇവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർ അത്രത്തോളം അത് അംഗീകരിക്കാത്ത പോലെ സംസാരിച്ചിട്ടുണ്ടാവാം. ഈ ഒരു റിലേഷൻഷിപ്പിനോടുള്ള നിങ്ങളുടെ ഒരു താല്പര്യം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോടുള്ള നിങ്ങളുടെ ആ ഒരു കൺസേണൊക്കെ അവർ മറ്റൊരു രീതിയിൽ ചിലപ്പോൾ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ടോട്ടലി നിങ്ങളുടെ ഒരു ഡെഡിക്കേഷൻ അവർ ചിലപ്പോൾ അംഗീകരിച്ച് തരണമെന്നില്ല എന്നാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും അറിയുന്നൊരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് അവരെ അത്രത്തോളം ഇഷ്ടമാണ്, അല്ലാന്നുണ്ടെങ്കിൽ അവരില്ലെങ്കിൽ നിങ്ങൾക്കൊരു ലൈഫില്ല, നിങ്ങൾ തകർന്നു പോകും എന്നുള്ളൊരു കാര്യം ഈ പേഴ്സണ് നല്ലപോലെ അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഒരു പക്ഷേ ഇവർ അറിഞ്ഞിട്ടും അത് നിങ്ങൾക്ക് തുറന്ന് സമ്മതിച്ചു തരാത്തതായിരിക്കും, അല്ലെങ്കിൽ വെറുതെ നിങ്ങളൊന്ന് ചൊടിപ്പിക്കാൻ അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലായിരിക്കാം നിങ്ങളുടെ ഇഷ്ടത്തെ ചിലപ്പോൾ അവർ കളിയാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത്രത്തോളം ഒരു ഇഷ്ടം കാണിക്കുന്നത് അവരുടെ ഒരു ഫ്രീഡം പോകുന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവർക്കറിയാം നിങ്ങൾ എത്രത്തോളം ജീവനായിട്ടാണ് ഈ ഒരു പേഴ്സണെ കാണുന്നത് എന്നുള്ള കാര്യം. ഇവിടെ അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണ് എന്നുള്ളതാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ മൈൻഡ് വളരെയധികം കൺഫ്യൂസ്ഡാണ്. ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഏതൊക്കെയോ രീതിയിൽ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടാകുന്നു. ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ നിങ്ങളുടെ മനസ്സിൽ നന്നായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡിസിഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചില തോന്നലുകൾ തെറ്റായ രീതിയിലൊക്കെ നിങ്ങൾ തന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പല സമയത്തും നിങ്ങൾ വിചാരിക്കും ആദ്യം വിചാരിച്ചതാണ് ശരി എന്നുള്ളത്, പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ നിങ്ങൾ തിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്കൊരു ആശയക്കുഴപ്പമുണ്ടായിട്ട് വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലായിരിക്കണം നിങ്ങളിപ്പോൾ ഉണ്ടാവുക. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സമയത്ത് രണ്ട് പേരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ടാവാം. അതായത് ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിലായിരിക്കാം രണ്ട് വ്യക്തികൾ ഉണ്ടാവുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലായിരിക്കാം രണ്ട് വ്യക്തികൾ ഉണ്ടാവുന്നത്. അതായത് ഒരേ സമയം രണ്ട് വ്യക്തികൾക്കായിട്ട് ജീവിതം പങ്കിടുക, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ ലൈഫിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരവസ്ഥയിലൂടെയാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കടന്നു പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കുറേ നാളുകളായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കാര്യത്തിനും ഇവർ മുൻകൈ എടുക്കുന്നില്ല. തീർത്തും ഒറ്റപ്പെട്ട പോലെ ഇവർ മാറി നടക്കുന്നുണ്ടാവാം. ചിലവർക്കാണെങ്കിൽ ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ടാവാം. മറ്റു ചിലർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ പഴയ രീതിയിലുള്ള ഒരു പരിഗണനയോ കാര്യങ്ങളോ തരാത്ത രീതിയിൽ ഈ ഒരു പേഴ്സൺ ഒഴിഞ്ഞു മാറി നടക്കുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനോട് ഒരു വിമുഖത കാണിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്നേഹം കുറഞ്ഞ പോലെയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ നമുക്കിവിടെ നിന്ന് മനസ്സിലാവുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയം നിങ്ങളിൽ നിന്ന് അകന്ന് മാറി നിൽക്കേണ്ടുന്ന ഒരു സിറ്റുവേഷനിൽ അകപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അവർക്കിപ്പോൾ നിങ്ങളോട് ഈ ഒരു തരത്തിൽ മാത്രമേ പെരുമാറാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് ഉയർന്നു വരാനായിട്ട് കഴിയാത്തൊരു സിറ്റുവേഷനിലാണ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉള്ളത്. ഒരുപക്ഷെ അവരുടെ ലൈഫിൽ അതിന് തുല്യമായിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് നടന്നിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ വന്നിട്ടുണ്ടാവാം. അപ്പോൾ എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും പഴയതുപോലെ നിങ്ങളിലേക്ക് വരാൻ കഴിയാത്ത ഒരവസ്ഥയിലൂടെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നത്. പക്ഷേ അവർ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു പേഴ്സൺ അത് ഓപ്പണായി പറയാൻ സാധ്യതയില്ല. അതായത് അവരത് സീക്രട്ടായിട്ട് തന്നെ വെച്ചിരിക്കുകയായിരിക്കും. എന്താണ് അവരുടെ ലൈഫിൽ നടന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ നിങ്ങളോട് ഒരു കാര്യമായിട്ടുള്ള ഒരു റെസ്പോൺസ് ചെയ്യാത്തതെന്നുള്ള കാര്യം അവർ തുറന്ന് പറഞ്ഞു കാണാനായിട്ടിടയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിൽ കുറച്ച് പേര് വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഭ്രാന്ത് പിടിച്ച അവസ്ഥ പോലെ ആയിരിക്കും ഉണ്ടാവുക.
നല്ല രീതിയിൽ പോയിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നല്ല രീതിയിൽ പോയിരുന്ന ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് ഇവരിങ്ങനെ ഒരു അവോയ്ഡിങ് കാണിക്കുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് സൈലൻ്റ് ആയിട്ടിരിക്കുന്നു, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇവർക്ക് ഈ ഒരു സഡൻ ചേഞ്ച് ഉണ്ടായത് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം മെൻ്റൽ ട്രോമ അനുഭവിക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഉറച്ച കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ തന്നെയാവും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും എന്നുള്ളതാണ്. പലപ്പോഴും പല ചിന്തകളും വന്ന് നിങ്ങളുടെ ആ ഒരു തോട്ട് മാറ്റി മറിച്ചു കഴിഞ്ഞാൽ പോലും ബേസിക്കലി നിങ്ങളുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിങ്ങളത് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും, ആ ഒരു യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിനുള്ള ഒരു ജസ്റ്റിസ് തരും എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ മനസ്സിനുള്ളിലുള്ള ആ ഒരു തോട്ട്. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ അകന്ന് നിൽക്കുകയാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ ചിലപ്പോൾ അവരായിട്ട് തന്നെ വരുത്തി തീർത്തൊരു സിറ്റുവേഷനാണ് ഇതെങ്കിൽ കൂടിയും, ഈ ഒരു വ്യക്തിയുടെ നമുക്കൊരു ഫീലിങ്സ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ പണ്ട് നിങ്ങളോട് എങ്ങനെയാണോ പെരുമാറിയിരുന്നത്, അല്ലെങ്കിൽ പണ്ട് നിങ്ങളെ അവർ എത്രയാണോ ഇഷ്ടപ്പെട്ടിരുന്നത് അതിനേക്കാൾ ഒരുപാട് കാര്യമായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് ഹൃദയത്തിൽ തട്ടി അവർ നിങ്ങളിവിടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ്. അതായത് അവരുടെ ഒരു മൈൻഡിനുള്ളിൽ അത്രത്തോളം സ്നേഹം നിങ്ങളോട് അവർ സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഡിവിനിറ്റി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നെങ്കിൽ ഈ ഒരു പേഴ്സൺ അതിപ്പോൾ തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനോടും അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയോടും ഒക്കെ നിങ്ങൾ കാണിക്കുന്ന ആ ഒരു ഓവർ സ്നേഹവും കാര്യങ്ങളൊക്കെ അന്ന് അവർ അംഗീകരിച്ചിട്ടില്ലെന്നെങ്കിൽ ഇപ്പോൾ അവരത് അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തോ ഒരു മാജിക് ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് എന്ന് തന്നെ അവർ കരുതുന്നുണ്ട്. കാരണം അവരെത്രത്തോളം ശ്രമിച്ചിട്ടും, അല്ലെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് നാൾ മാറി നിൽക്കാം, അല്ലെങ്കിൽ സൈലൻ്റ് ആയിരിക്കാം എന്ന് വിചാരിച്ചിട്ട് പോലും പലപ്പോഴും അവരുടെ മൈൻഡിന് പോലും അത് പിടികിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് വീണ്ടും നിങ്ങളിലേക്ക് തന്നെ അട്രാക്റ്റ് ആവുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളെ മറന്നു പോകാനായിട്ട് സാധിക്കുന്നില്ല എന്ന് തന്നെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു സെക്കൻഡ് ഡെക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പോസിറ്റീവ് വൈബ്സ് ഉള്ള കാർഡുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു സ്ട്രെങ്ത്ത്, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ആ ഒരു അട്രാക്ഷൻ, എല്ലാ കാര്യങ്ങളും നമുക്കിതിലൂടെ മനസ്സിലാവുന്നുണ്ട്. അത്രത്തോളം ഒരു സ്ട്രോങ് വൈബാണ് ഈ ഒരു സെക്കൻഡ് ഡെക്സിൽ നിന്നുള്ള ആ ഒരു കാർഡുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ അതുപോലെ തന്നെ പലപ്പോഴും ഈ ഒരു വ്യക്തിയുടെ മനസ്സിലൂടെ ആ ഒരു പാസ്റ്റ് മെമ്മറീസ് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവരെ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സുഖകരമായിട്ടുള്ള ഓർമ്മകൾ, അല്ലെങ്കിൽ ഏറ്റവും നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇഷ്ടപ്പെട്ടത് എന്താണോ, അല്ലെങ്കിൽ പരസ്പരം പങ്കുവെച്ച ഏറ്റവും നല്ല നിമിഷങ്ങൾ ഏതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടെന്നുള്ളതാണ്. പലപ്പോഴും ഈ ഒരു കാര്യം ഓർത്തിട്ടായിരിക്കണം ചിലപ്പോൾ അവർ വളരെ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഇത്രയും ഡെസ്പായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾക്കറിയാം നിങ്ങൾക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഏതൊക്കെയോ തരത്തിൽ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് തന്നെയാണ് നിങ്ങൾ കരുതുന്നത്. ഏത് ആപത്തിൽ നിങ്ങൾ പോയി ചാടിയാലോ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സ് തൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ വിളി കേൾക്കുന്ന ദൈവങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സ് അത് കേൾക്കും എന്ന് തന്നെ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വിശ്വാസം മാത്രമല്ല, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളത് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ അകന്നു പോയിട്ടുള്ള ആ ഒരു റീസൺ, അല്ലെങ്കിൽ എന്തുകൊണ്ട് സെപ്പറേറ്റായി പോയി എന്നുള്ളൊരു കാര്യം നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ വ്യക്തമല്ല, അല്ലെങ്കിൽ അത് അത്രത്തോളം നമുക്ക് റിവീലായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ ഇവർ നിങ്ങൾക്ക് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് തരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായിരിക്കുന്നത്. പക്ഷേ ഇവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടവും സ്നേഹവും, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് പഴയതിനേക്കാൾ കൂടുതലായിട്ട് അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കുന്നു എന്നങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഒരുപക്ഷെ ഇവർ സാഹചര്യവശാലോ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ തന്നെ ചെയ്തേ മതിയാവൂ എന്നുള്ളത് കൊണ്ടോ ആയിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഈ സെപ്പറേഷനോ ഒക്കെ തരുന്നത് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്നത് നിങ്ങളിൽ ആരുടെ ഒരു എനർജി ആയാലും, അല്ലെങ്കിൽ ആരുടെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഈ ഒരു കോണ്ടാക്റ്റ് ഇല്ലായ്മ തീർച്ചയായിട്ടും എത്രയും വേഗം മാറും എന്നുള്ളത് തന്നെയാണ്. കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ എത്രയും വേഗം ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയുന്ന രീതിയിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. കാരണം ഇനി അവർക്കത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ എത്രയും വേഗം നിങ്ങളോട് ആ ഒരു റീസൺ തുറന്ന് പറയണം, അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കിയ കാര്യം എന്താണോ അത് മാറ്റിയെടുക്കണം എന്ന് തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു പല കാർഡ്സുകളും, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സെക്കൻഡ് ഡെക്കിൽ പറഞ്ഞ കാർഡ്സുകളും എല്ലാം ആ ഒരു പോസിബിലിറ്റി തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ആ ഒരു പോസിബിലിറ്റി എന്നുള്ള കാർഡും ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം നിങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടെൻഷൻ, അല്ലെങ്കിൽ ഈ ഒരു ട്രോമ അവരായിട്ട് തന്നെ മാറ്റും എന്നുള്ളതാണ്. അപ്പോൾ സാഹചര്യമായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിർബന്ധിതമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇവർ മാറി നിൽക്കുന്നതെങ്കിൽ പോലും
ഇപ്പോൾ അവർ ആ ഒരു ഫൂളിൻ്റെ എനർജിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇനിയിപ്പോൾ ആ ഒരു വരായികളൊന്നും നോക്കാതെ എന്ത് വേണമെങ്കിലും വരട്ടെ, എനിക്ക് ഇതിൽ നിന്ന് ഇനി മാറി നിൽക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് ഒഴിവാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അവരുടെ ആ ഒരു സർവ്വ സ്വാതന്ത്ര്യം എടുത്ത് നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിലർക്കെങ്കിലും ഇങ്ങനെ അകന്ന് പോയിട്ടുള്ള, അല്ലെങ്കിൽ കുറേ നാളായിട്ട് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് തന്നിരുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും, ഈ അടുത്ത് കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് നാളുകൾക്ക് മുൻപല്ല. കാരണം ഇപ്പോഴാണ് നമുക്ക് അവരുടെ ഒരു എനർജി ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ അടുത്ത് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. കുറച്ച് പേർക്കെങ്കിലും, കുറച്ച് പേർക്ക് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. കാരണം അത്രത്തോളം അവരിനി മറ്റൊന്നും നോക്കുന്നില്ല, അല്ലെങ്കിൽ എന്ത് കാര്യമാണോ അവരുടെ മനസ്സിൽ അവർ ഒളിപ്പിച്ച് വെച്ചത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് അകന്ന് മാറാനായിട്ടുള്ള ഒരു റീസൺ, അതെല്ലാം ഇനി അവർ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അവസാനമായിട്ട് വന്ന ആ ഒരു ഫ്രണ്ട്ലിനെസ് എന്നുള്ളൊരു കാർഡ് പോലെ, അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, 2 മരങ്ങൾ ഒന്നാവുകയാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരു യൂണിയൻ നിങ്ങൾ തമ്മിലും തീർച്ചയായിട്ടും സംഭവിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലം കണ്ടതാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ആ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് കൊണ്ടായിരിക്കാം. നിങ്ങളുടെ ആ ഒരു തീവ്രത, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എത്രത്തോളം വാല്യൂ ഈ ഒരു റിലേഷൻഷിപ്പിന് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്നത്. അല്ലെങ്കിൽ പഴയതിനേക്കാൾ ഉപരിയായിട്ട് അവർക്ക് നിങ്ങളുടെ ഒരു സ്നേഹവും, അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു എന്നുള്ളതൊക്കെ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അവർക്ക് ഈ ഒരു സമയം അവർ മനസ്സിലാക്കുന്നുണ്ട്, യു ആർ ദിയർ റൈറ്റ് പാർട്ട്ണർ എന്നുള്ളൊരു കാര്യം. അപ്പം അത്രത്തോളം ഒരു പ്രത്യേകമായിട്ട് നമ്മൾ എന്താ പറയുക, ഒരു പ്രത്യേക മൂഡിലാണ്, അല്ലെങ്കിൽ പ്രത്യേക ഒരു വൈബിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങളുമായിട്ട് പഴയതുപോലെ തന്നെ ആവണം എന്ന് ഈ ഒരു പേഴ്സൺ തിങ്ക് ചെയ്യുന്നൊരു സമയം തന്നെയാണിത്. അപ്പോൾ ഇതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള റീഡിംഗ് തന്നെയാണ്. കാരണം ആ ഒരു സെപ്പറേഷനിൽ നിൽക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നിങ്ങളോട് ഒരു അവോയ്ഡിംഗ് ഒക്കെ കാണിക്കുന്ന വ്യക്തികൾ നിങ്ങളുമായിട്ട് തിരിച്ചു വരാനുള്ളൊരു ടൈമിംഗ് തന്നെയാണിത്. പക്ഷേ ഇവിടെ ഒരു റീസൺ നമുക്ക് അത്ര വ്യക്തമായിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലൂസ് എടുക്കാം. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത ക്ലൂസൊക്കെ ഇതിനകത്ത് വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ക്ലൂവിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് ഡിസംബർ മന്താണ്. നമ്പർ 29, മെയ് മന്ത് നമ്പർ 26, ഇടുക്കി നമ്പർ 12, നമ്പർ 5, നമ്പർ 18, ലെറ്റർ I, ലെറ്റർ T ആണ് കേട്ടോ, T ഫോർ ടൈഗർ, ലെറ്റർ P, കോഴിക്കോട് ഡിസ്ട്രിക്റ്റ്, കാപ്രിക്കോൺ സോഡിയാക് സൈൻ, ജൂൺ മന്ത്, നമ്പർ 1, ലെറ്റർ L, മാർച്ച് മന്ത്, സെപ്റ്റംബർ മന്ത്, നമ്പർ 24, നമ്പർ 31, നമ്പർ 20, ലിയോ സോഡിയാക് സൈൻ, വിർഗോ സോഡിയാക് സൈൻ, ലെറ്റർ F, ലെറ്റർ W, ലെറ്റർ J, ടോറസ് സോഡിയാക് സൈൻ, ആൻഡ് ലാസ്റ്റ് നമ്പർ 17. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണോ എന്നുള്ളത് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. വളരെ പോസിറ്റീവായിട്ടുള്ള റീഡിംഗ് ആണ്. ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. എപ്പോഴും ആ ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.